ഹായ്, ഇല്ലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറൈറ്റി ഒരു സംഭവമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ക്യാരറ്റ് ഈന്തപ്പഴം വെച്ചിട്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മോളാണ് ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അവള് ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തി തരും. കേക്ക് ഉണ്ടാക്കാനായി തുടങ്ങാല്ലേ. ആദ്യമായി കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ഒരു കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര 3 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് നമുക്ക് സിമ്മിലിടാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി കത്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഇപ്പോൾ ഒഴിക്കാൻ പാടില്ല. പഞ്ചസാര നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് വെള്ളം പോലെയാവും. ഇപ്പോൾ പഞ്ചസാര ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി തിളപ്പിച്ച വെള്ളം 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ച് നീങ്ങി നിൽക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ലതുപോലെ തിളയ്ക്കണ വരെ മതി. തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഈ കാരമൽ നന്നായി തിളച്ചിട്ടുണ്ട്, നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാനുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 മുട്ട മിക്സിയിലേക്ക് അടിച്ചെടുക്കണം. മുട്ട. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്തത് 3 മുട്ട, അതിനുശേഷം സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 1.5 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇതിനായിട്ട് ഞാൻ എടുത്ത കപ്പ് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചിട്ട് വരാം. ഇപ്പോൾ നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ശരിയാക്കിയെടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും ഡേറ്റ്സും ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഒരുമിച്ചൊരു പാത്രത്തിലോട്ടിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ 1 സ്പൂൺ മൈദ ഇടാണെങ്കിൽ അത് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കിടക്കില്ല. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ നമുക്കിങ്ങനെ മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒട്ടിക്കിടക്കും, മൈദ ഇട്ടില്ലെങ്കിൽ. അപ്പോൾ 1 സ്പൂൺ മൈദ ഇട്ട് നന്നായി മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്ക് ആയിക്കോളും. ഇതിലേക്ക് എന്താ ചേർത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ്, ഡേറ്റ്സ്, കാഷ്നട്ട്, മുന്തിരി, ഇത്രയും ചേരുവകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നന്നായി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായി നമ്മൾ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര നമ്മൾ കാരമൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ചേർക്കണം. ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത പഞ്ചസാര ലൈനി ഇത് കണ്ടോ, ഈ കളർ ആവണം. എന്നാലേ നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കളർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കളർ കുറയുകയാണെങ്കിൽ കേക്കിന് അത്ര കളർ ഉണ്ടാവില്ല. ഇത് നല്ല ഡാർക്കായിട്ട് ഇരിപ്പുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഈ ബാറ്ററിലോട്ട് ഈ പഞ്ചസാര ലൈനി ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര ലൈനി ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കണം. അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയിട്ട് നമ്മൾ കേക്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കേണ്ടത്.
1.5 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തേക്കണത്. കുറച്ച് എമൗണ്ട് വിട്ട് നമ്മൾ ഒന്നങ്ങോട്ട് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ബാറ്ററിലോട്ട് ഇടുന്നത് മൈദ 1.5 കപ്പ്. നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഈ മൈദ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി ഈ മൈദയ്ക്ക് നല്ല നൈസായിട്ടുള്ള പൊടിയാണ്. നമ്മൾ ഒരു 2-3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം, എന്നാലേ ആ ഒരു വല്ല തരി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവുള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഒരു നുള്ളി ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ അരിച്ചെടുക്കണം. നന്നായി ഇങ്ങനെ മിക്സ് ചെയ്യണം, എന്നാലും എല്ലായിടത്തും ആവുള്ളൂ. ഇതിന് ശേഷം നമ്മൾ 3 പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം. ഇതൊരു 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്ത പൗഡറാണ്. ഇനി നമുക്ക് ഇത് 1 by 1 ആയിട്ട് മിക്സ് ചെയ്യാം. കുറേശ്ശെ ഇട്ട് ചെയ്തില്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇത് പരുവമായിട്ടുണ്ട്. നന്നായിട്ട് നല്ല ഒരു കട്ടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ മുട്ടയുടെയൊക്കെ ഒരു സ്മെല്ല് അങ്ങനെയുള്ള ഇതൊക്കെ ഒന്നങ്ങോട്ട് മാറി കിട്ടും. ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഡ്രൈ ഫ്രൂട്ട്സും ആ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരു 2-3 പ്രാവശ്യമായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കട്ടയൊന്നും കൂടാതെ ഇങ്ങനെ നല്ല ഇതായിട്ട് ഇരുന്നോളും. ഇതാ കണ്ടോ, ഇപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ നമുക്ക് ഇത് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ പാനിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രൈ പാൻ ഫസ്റ്റ് തന്നെ ഒരു സിമ്മിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇപ്പം നമുക്ക് സാധാരണ നമ്മൾ പ്രഷർ കുക്കറിലോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഇതിനകത്ത് വയ്ക്കാം, ഓവനിലല്ലാത്തത് കൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് ഫ്രൈ പാനിലാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രൈ പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. മേളിൽ നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോൺ സ്റ്റിക്കിൻ്റെ ഈ പാത്രം വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഫ്രൈ പാനിൻ്റെ മേളിൽ നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വയ്ക്കുന്നുണ്ട്. ഈ പാത്രത്തിൽ നമ്മൾ കേക്കിൻ്റെ ആ ഒരു ഇത് ഒഴിക്കണത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് തടവി കൊടുക്കണം ഇവിടെ. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബട്ടർ പേപ്പർ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു A4 ഷീറ്റിൻ്റെ പേപ്പറിനകത്ത് കുറച്ച് ഓയിൽ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതായാലും നമ്മൾക്ക് ഉപയോഗിക്കാം. അത് വെച്ച് കൊടുക്കാം. സൈഡിലും കൂടെ അത് ചെയ്ത് കൊടുക്കണം. സൈഡിലും കൂടെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ നമുക്ക് കേക്ക് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഇൻഗ്രീഡിയൻസ്, കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഈ പാത്രത്തിൽ ഞാനൊരു അരപ്പാത്രം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പാത്രം മതി, കാരണം 1/2-1/4 നമുക്ക് ഒഴിക്കാം. കാരണം ഇത് നമ്മൾ ഈ സോഡയും സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ടേക്കണ കാരണം കൊണ്ട് അത് പൊങ്ങി വരും. അപ്പോൾ നമ്മൾക്ക്
ഇപ്പോൾ ഞാൻ ഈ അരപ്പാത്രം ഒഴിച്ച് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഈ ഫ്രൈ പാനിൻ്റെ മുകളിൽ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ ഫ്ലെയിം സിമ്മിൽ ഇട്ട് നമുക്ക് വേവിക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ വെന്തോന്നുള്ളത്. അതിനെ നമുക്കൊരു ഈർക്കിളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. ഒന്നും കൂടി ഒന്ന് ആവാനുണ്ട്. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റും കൂടി ഞാൻ നോക്കിയായിരുന്നു. ഇപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അതേ ആയി കഴിഞ്ഞു. കേക്ക് റെഡി ആയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഈ സ്റ്റിക്ക് നമ്മൾ ഈ കേക്കിൽ വയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒട്ടാത്ത പരുവം, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ചൂടാറാൻ വേണ്ടി കുറച്ച് നേരം വയ്ക്കാം. ഇനി നമ്മൾക്ക് ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നിന്ന് കേക്ക് എടുക്കാം. ഒരു ചെറിയ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി, കേക്ക് പോകുന്നോളൂ. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ കേക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ മോളാണ്. നിങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്